ലംഘനങ്ങളെ മായ്ക്കണേ. ദൈവമേ എന്നോടു നിന്ദയാലേ കൃപയുണ്ടാകുവാൻ കനിയണമേ. നിൻ കരുണയുടെ ബഹുത്വത്താലേ നീ ലംഘനങ്ങളെ മായ്ക്കണേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 139. ദൈവത്തിൻ്റെ സർവജ്ഞതയെയും സർവവല്ലഭത്വത്തെയും സർവവ്യാപകത്വത്തെയും വളരെ മനോഹരമായി ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ എന്നുള്ള ദാവീദിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദാവീദ് പറയുന്നത്, യഹോവയെ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ദാവീദ് സ്വയപരിശോധനയ്ക്കായും ഒരുങ്ങുന്നു. ഈ സമയം ദൈവവും ദാവീദുമല്ലാതെ മറ്റാരും അവിടെയില്ല. ദൈവവുമായി തനിയെ ഇരിക്കുമ്പോൾ മറ്റെല്ലാ ചിന്തകളും ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നു. ദൈവം നമ്മെ ശോധന ചെയ്യണമെങ്കിൽ നാം ദൈവത്തോടുകൂടി തനിയെ ഇരിക്കണം. എല്ലാ ചിന്തകളെയും മാറ്റിവെക്കണം. മറ്റുള്ളവരുടെ കുറവുകളെ കാണുവാൻ പാടില്ല. മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുവാനും പാടില്ല. പലപ്പോഴും നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നമ്മെ തന്നെ നീതീകരിക്കുവാനല്ലേ ശ്രമിക്കുന്നത്. ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയ പരീശൻ്റെ പ്രാർത്ഥന ഈ വിധത്തിൽ ഉള്ളതായിരുന്നു. സ്വന്തം കുറവുകളെ കാണാതെ ചുങ്കക്കാരൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരീശൻ പ്രാർത്ഥിച്ചത്. നമ്മളുടെ കുറവുകളെ കാണാതെ മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന പൈശാചികൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ടാണല്ലോ സ്വയം നീതീകരിക്കുവാൻ ശ്രമിച്ച പരീശൻ നീതീകരിക്കപ്പെടാതെ മടങ്ങിപ്പോയത്. ദൈവത്തോടുകൂടി തനിയെ ഇരുന്നപ്പോഴാ സങ്കീർത്തനക്കാരൻ തൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയത്. 23-24 വാക്യങ്ങളിൽ ഇതാണ് കാണുന്നത്. നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണം, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണം. ഇവയൊക്കെ പരിശോധിച്ച് എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ എന്ന ദാവീദ് പറയുന്നത്. ദൈവവും നാം മാത്രമായി എപ്പോഴെങ്കിലും തനിയെ ഇരുന്നിട്ടുണ്ടോ? ചുറ്റിലുമുള്ള എല്ലാറ്റെയും മറന്ന് ദൈവികമായ ചിന്തയിൽ മാത്രം ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ എത്രയെത്ര ചിന്തകളാണ് നമ്മിൽ ഉണ്ടാകുന്നത്. ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫോൺ ശബ്ദിക്കുന്നുവെങ്കിൽ ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ തടസ്സപ്പെടുത്തുവാനുള്ള സാത്താൻ്റെ ശ്രമമാണ് അത് എന്ന് മനസ്സിലാക്കണം. ഈ സമയം ഫോണിൽ റിപ്ലൈ നൽകുമ്പോൾ ഓർക്കണം, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം സാത്താൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവമായി തനിയെ കണ്ടുമുട്ടിയ ഒരനുഭവം യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പല പ്രാവശ്യം പ്രവാചകൻ ദേവാലയത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിക്കാത്ത അനുഭവമാണ് ഇപ്പോൾ തനിക്ക് ലഭിച്ചത്. തന്നോടുകൂടി ആലയത്തിൽ ഉണ്ടായിരുന്ന ആരാധകരെ ആരെയും പ്രവാചകൻ കണ്ടില്ല. ദൈവവും താനും മാത്രം എന്ന ചിന്തയിൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിന്നു. അപ്പോൾ ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ പ്രവാചകൻ കണ്ടു. യെശയ്യാവ് 6-1 വാക്യം. ദൈവവിശുദ്ധിയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മറ്റ് കാഴ്ചകൾക്ക് ഒരു സ്ഥാനവുമില്ല. കർത്താവിൻ്റെ വിശുദ്ധിയും നമ്മിലുള്ള അശുദ്ധിയും മാത്രമേ അപ്പോൾ കാണൂ. ദൈവവിശുദ്ധിയുടെ മുൻപിൽ യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടു. അവൻ നിലവിളിക്കുകയാ, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നു. ദൈവവിശുദ്ധിയുടെ ബോധം തന്നിലുണ്ടായപ്പോൾ തൻ്റെ കുറവുകൾ കാണുവാനും ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനാകുവാനും പ്രവാചകന് സാധിച്ചു. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യോഹന്നാൻ 8:1-11 യേശുവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. കർത്താവിനെ ഒന്നും വേണ്ടിയില്ല. യേശുവിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നിന്ന് അവർ
ഓരോരുത്തരും തങ്ങളുടെ പാപാവസ്ഥയെ കണ്ടു. സ്ത്രീയെ കല്ലെറിയാതെ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ഒടുവിൽ യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ അശുദ്ധി കാണുവാൻ കഴിയൂ. അതുകൊണ്ട് യേശുവിനോടുകൂടി തനിയിരിക്കുവാൻ തയ്യാറാകണം. കൂട്ടുകൂടി തൻ്റെ കയ്യിലുള്ളതൊക്കെയും നാനാവിധം ചെലവഴിച്ചു കൊണ്ടിരുന്നപ്പോൾ മുടിയൻ പുത്രൻ അവൻ്റെ ഭവനത്തെ ഓർത്തില്ല, പിതാവിനെ ഓർത്തില്ല, ദൈവത്തെയും ഓർത്തില്ല. കയ്യിലുള്ളതെല്ലാം തീർന്നു. കൂട്ടുകാരെല്ലാം തന്നെ വിട്ടുപോയി. മുടിയൻ പുത്രൻ തനിയെ ശേഷിച്ചു. അപ്പോൾ അവൻ തൻ്റെ ഭവനത്തെ ഓർത്തു. അവന് സുബോധം വന്നു. എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. അനുദപിക്കുന്ന പാപിയുടെ ഹൃദയത്തെ ദൈവം കാണുന്നു, അവരുടെ പാപത്തിന് മോചനം നൽകുന്നു. അനുതാപമുള്ളവർ ഉണ്ടാവണമെങ്കിൽ നാം തനിയെ ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവേ, നിന്നോടുകൂടെ തനിയെ നിന്റെ വിശുദ്ധിക്ക് മുൻപിൽ നിന്ന് എൻ്റെ അശുദ്ധി കാണുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഹൃദയത്തെ ദൈവമേ, നിരസിക്കല്ലേ നീ കർത്താവേ. നിന്റെ ആത്മാവിനാൽ എന്നെ നീ താങ്ങണേ. നിന്നുടെ സന്നിധി നിന്നിടാനായി ദൈവമേ എന്നോടു നിന്റെ ആലേ കൃപയുണ്ടാകുവാൻ കനിയണമേ. നിൻ കരുണയുടെ ബഹുത്വത്താലെ നീ എല്ലാം കരങ്ങൾ